ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ക്വിക്കായിട്ട് എന്നാൽ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുൾ മീൽ എന്താണെന്നായിരിക്കും അല്ലേ? ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ഡിഷ് കണ്ടാലോ? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ചിക്കൻ സ്റ്റീക്കാണ്. അതിൻ്റെ കൂടെ കുറച്ച് സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് കൂടി ആയാലോ? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാലോ? ഇതിനായി ഒരു ചിക്കൻ ബ്രസ്റ്റിനെ നടുക്കൂടെ രണ്ടാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഒലിവ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഒന്ന് പുരട്ടി അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇതിൽ വെളുത്തുള്ളിയുടെ തൊലി കളയേണ്ടതില്ല, വെറുതെ ചതച്ചിട്ടാൽ മതി. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാനുള്ളതാണ്. ഇനി ഒരു ബൗളിലേക്ക് ഇതിന് വേണ്ട സോസ് റെഡിയാക്കാം. 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ വിനാഗിരി, ഇത്രയും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് നമുക്ക് സോസ് തേച്ച് കൊടുക്കാം നന്നായിട്ട്. അതിന് മുന്നേ വെളുത്തുള്ളി എടുത്ത് മാറ്റുന്നുണ്ട്. 2 സൈഡ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അതുപോലെ ഓയിൽ വേണ്ടവർക്ക്, ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. കയ്യിലുള്ള ഓയിൽ എന്താണെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ആണല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഒലിവ് ഓയിൽ ചേർക്കുന്നത്. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഇതിലേക്ക് സോസ് പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു 1.5 മിനിറ്റ് കൊണ്ട് 2 സൈഡും ആവശ്യത്തിന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് മൊരിച്ചെടുക്കണ്ട, ചിക്കൻ ഹാർഡായി പോവും. നല്ല ജ്യൂസി ആയിട്ടിരിക്കണമെങ്കിൽ അധിക സമയം ഇടണ്ട, പെട്ടെന്നായി കിട്ടും ഇത്. മറ്റേ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ആവശ്യത്തിന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചേർക്കുന്നത് കുറച്ച് മഷ്റൂം, കുറച്ച് ക്യാരറ്റ്സ്, പിന്നെ കുറച്ച് ബ്രോക്കോളി, ഒരു 4-5 പീസ് തക്കാളി, പിന്നെ കുറച്ച് കോണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നേരത്തെ ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, ഇത്രയും ചേർത്ത് ഹൈ ഫ്ലെയിമിലൊന്ന് വാട്ടിയെടുക്കാം. വെന്ത് പോകരുത്. വേഗം താമസമുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് നേരത്തെ തന്നെ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ സ്റ്റീം ചെയ്ത് വെച്ച് കുറച്ച് ബീൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. വെജിറ്റബിൾസ് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണം. ഇനി ലാസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പെട്ടെന്നൊരു ഡിപ്പ് കൂടി തയ്യാറാക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളർ മാറേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം. ഫ്ലെയിം കുറഞ്ഞ് തന്നെ ഇരിക്കണേ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. മൈദയുടെയും പച്ചമണം മാറിയാൽ മതി, കളർ മാറരുത്. മൈദയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ പതയൊന്ന് അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 1/2 ഗ്ലാസ് പാലാണ് ചേർക്കുന്നത്. അത് കുറേശ്ശെ ചേർത്ത് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കാം.
ടോട്ടൽ ഞാൻ 1 ഗ്ലാസ് പാൽ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കുറുകുന്ന അനുസരിച്ച് നമ്മൾ ചൂട് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ടേസ്റ്റിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. വേണ്ടവർക്ക് കൂടുതലും ചേർത്ത് കൊടുക്കാം. എൻ്റെ ഇത് ഇച്ചിരി കുറുകിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 2ാമത് പാൽ ചേർക്കുന്നത്. സോസ് പാകത്തിനായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തോണേ. സ്പൈസസിൻ്റെയൊക്കെ അളവ് കൂട്ടിയും കുറച്ചും ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊരു ഫുൾ മീലാണ്. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ അളവും ബട്ടറിൻ്റെ അളവും ഒക്കെ കുറച്ചിട്ട് ചെയ്യാം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പം ചിക്കൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.